ഇന്ദ്രേട്ടൻ സ്വന്തം അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊരു സത്യം അച്ഛനെ അറിയിച്ചെന്നോ? അതെ. ഹലോ അച്ഛാ, ഇന്ദ്രനാ. പറയൂ ഇന്ദ്ര. ഞാൻ അച്ഛനൊരു കാര്യം അറിയിക്കാനാണ് വിളിച്ചത്. അമ്മയെ വാർഡിലേക്ക് മാറ്റി. ഞങ്ങൾ സംസാരിച്ചു. സുശീലയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ? അമ്മയ്ക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അച്ഛാ. എല്ലാം അമ്മയുടെ അഭിനയമായിരുന്നു. അതെ ഇന്ദ്ര, ഞാൻ അഭിനയിക്കായിരുന്നു. നിനക്ക് വേണ്ടിട്ടാ. എനിക്ക് വേണ്ടിട്ടോ? ആ കല്യാണം ഒരു ദിവസത്തേക്ക് ഞാൻ മാറ്റിയ നിന്റെ നിലനിൽപ്പ് ഭദ്രമാക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. ഇന്ദ്രന്റെ ഷോപ്പ് ഇന്ദ്രന് നഷ്ടപ്പെടില്ലെന്ന് ഞാൻ ആന്റിക്ക് ഉറപ്പ് തരാം. പക്ഷേ നാളെ മഞ്ചാടിയുടെ ജീവൻ രാജിന്റെ കല്യാണം അത് നടക്കരുത്. ആ സമയത്ത് ഞാൻ അവന് ഉറപ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രാത്രി അവൻ ഫോണിൽ വിളിച്ച് വീണ്ടും എന്നോട് ആവശ്യപ്പെട്ടു, നിർബന്ധിച്ചു. സ്വന്തം അമ്മയുടെ കപട നാടകം ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ലെന്നാ ഇന്ദ്രൻ ഫോൺ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത്. അച്ഛൻ വേറെ ആരോടും ഇത് പറയില്ലെന്നുള്ള വിശ്വാസത്തിൽ കൂടി ആയിരിക്കും ഇന്ദ്രേട്ടൻ ഇത് അച്ഛനോട് പറഞ്ഞത്. ആയിരിക്കാം. പക്ഷേ സുശീല മഞ്ചാടിയുടെ മുമ്പിൽ വലിയ പുണ്യവതിയാവാൻ ശ്രമിച്ചപ്പോ എന്റെ മോളെ തിരുത്താനുള്ള കടമ എനിക്കില്ലേ? ഈ അച്ഛനെ അവൾക്ക് വിശ്വാസമാണെങ്കിൽ അച്ഛന്റെ വാക്കും അവള് മുഖവിലേക്കെടുക്കും. എനിക്കത് മതി. അച്ഛൻ അതിരാവിലെ എഴുന്നേറ്റ് നാട്ടിലേക്ക് പോകും. അവിടെ ചില കാര്യങ്ങളുണ്ട്. അത്യാവശ്യമായിട്ട് എന്താ അച്ഛാ? രഘുവും അമ്പിളിയും എല്ലാ പ്രതീക്ഷകളും അറ്റി നിൽക്കല്ലേ. എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് നോക്കണം. എന്നോടും നിന്നോടും ഒക്കെ ആയിരിക്കും അവർക്കിപ്പോ ഏറ്റവും കൂടുതൽ ദേഷ്യം. ഞാൻ 2 തവണ വിളിച്ചിട്ടും 2 പേരും ഫോൺ എടുത്തില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാ. ഞാൻ വാക്കുമാറിയതുപോലെയൊക്കെയാ രഘുവേട്ടൻ അമ്പിളി ചേച്ചിയും എന്നോട് സംസാരിച്ചത്. ദാസങ്ങളിനോടും കാണും ദേഷ്യം. എല്ലാറ്റിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോകുമ്പോ ആർക്കായാലും ദേഷ്യം തോന്നും മോളെ. എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ ഉണ്ടാവും അച്ഛ. ആ പരിഹാരം അച്ഛനെ തേടി വരികയും ചെയ്യും. എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അതാ ഞാൻ പഞ്ചരത്നത്തിലേക്ക് പോകുന്നത്. നാളെ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവും.